ഹലോ ഹായ് നമസ്കാരം. മലയാളം ടെലിവിഷൻ രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത്, ഒരുപാട് കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഏറ്റവും അവസാനം സംഭവിച്ചൊരു വലിയ കുതിച്ചുചാട്ടമായി ഓരോ ചാനലുകളും അവരുടെ ഓരോ ചാട്ടങ്ങളും കുതിച്ചുചാട്ടം എന്നാണ് പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ മലയാളം ടെലിവിഷൻ രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് ന്യൂസ് ചാനലുകളുടെ ഒരു കടന്നുവരവ് ഉണ്ടായതാണ്. ന്യൂസിന് വേണ്ടി മാത്രം ഒരു ചാനൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതിനുശേഷം നിരവധി ചാനലുകൾ, ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളേക്കാൾ കൂടുതൽ ന്യൂസിന് വേണ്ടിയുള്ള ചാനലുകളുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. മാത്രമല്ല എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ചാനലുകൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ന്യൂസ് ചാനലുകളാണ് കൺസ്യൂം ചെയ്യുന്നത്. കാരണം അവിടെയാണല്ലോ എൻ്റർടൈൻമെൻ്റ് ഉള്ളത്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ എൻ്റർടൈൻമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ന്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടർമാരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ന്യൂസിനെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള കുതിച്ചുചാട്ടങ്ങൾ പല ആങ്കേഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പല തരത്തിൽ ന്യൂസ് ചാനലുകൾ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്തരം ന്യൂസ് ചാനലുകൾ ഒരു ദിവസം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അവരിഷ്ടപ്പെടുന്ന ഒരു വാക്ക്, ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് അല്ല, ബാർക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. മറ്റേ ബാർക്കിംഗ് കൊര അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ബാർക്ക് റേറ്റിങ്ങുകളെ കുറിച്ചുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ 2 പ്രമുഖ ചാനലുകൾ ഈ ബാർക്ക് റേറ്റിങ്ങുകളിലെ തട്ടിപ്പുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് മറ്റൊരു ന്യൂസ് ചാനലിനെയാണ്. അവർ തട്ടിപ്പ് കാണിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായി കാര്യങ്ങൾ പറയാം. ബാർക്ക്, BARC, ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ, ഇതെന്ന് പറയുന്നത് ചാനലുകളുടെ റേറ്റിംഗ്, അതായത് ഇത് എത്ര പേര് കാണുന്നു, എത്ര സമയം കാണുന്നു, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് കാണുന്നത്, ഏത് ജെൻഡറിലുള്ള ആളുകളാണ് ഈ ചാനൽ പ്രിഫർ ചെയ്യുന്നത്, ഏതേതൊക്കെ മണിക്കൂറുകളിലാണ് ഈ ചാനലിൻ്റെ പ്രോഗ്രാം ആളുകൾ കൂടുതൽ കാണുന്നത് എന്നൊക്കെയുള്ള കണക്കുകൾ എടുത്ത ശേഷം ചാനലുകൾക്ക് റേറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ബാർക്കിൻ്റെ ജോലി. അതിൽ ന്യൂസ് ചാനലുകൾക്ക് കൊടുക്കുന്ന റേറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മുമ്പ് നമ്മുടെ ചാനലുകളുടെ റേറ്റിംഗ് ഒക്കെ നിശ്ചയിച്ചിരുന്നത് ടാം റേറ്റിംഗ് വെച്ചിട്ടാണ്, ടാം റേറ്റിംഗ് വെച്ചിട്ടാണ്. ഈ ചാനലാണ് ഏറ്റവും മുന്നിൽ പോയത്, ഈ ചാനലാണ് ഈ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് എന്നൊക്കെ പറഞ്ഞ റേറ്റിംഗ് വന്നുകൊണ്ടിരുന്നത്. ഈ ടാമിനകത്ത് ഒരുപാട് തട്ടിപ്പുകൾ കാണിക്കാനുള്ള വകുപ്പുണ്ട്, അതിൽ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്ന ശേഷം പിന്നീട് വന്നതാണ് ബാർക്ക്. നമ്മുടെ TV ചാനലുകളുടെ അധികാരികളും അഡ്വർടൈസ്മെന്റ് മേഖലയുമായി പ്രവർത്തിക്കുന്നവരും അങ്ങനെ പ്രമുഖരായ ബോർഡ് മെമ്പേഴ്സ് ഇതിലുണ്ട്, കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഇതൊരു കൂട്ടായ്മയാണ്. ഈ ബാർക്ക് എങ്ങനെയാണ് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മീറ്റർ ഉണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ബാർക്കോ മീറ്റർ. ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലും അതുപോലെ കഫേസ്, റെസ്റ്റോറൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവർ സ്ഥാപിക്കുകയാണ്. അതിൽ നിന്നുള്ള റീഡിംഗ് അനുസരിച്ച് ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ഇന്ന ജെൻഡറിലുള്ള ആളുകൾ കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ചാനലുകളാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന ചാനലാണ് എന്ന കണക്കുകൾ എടുത്തിട്ട് എല്ലാ വ്യാഴാഴ്ചയും, അതായത് വീക്ക്ലി ബേസിൽ എല്ലാ വ്യാഴാഴ്ചയും ഇന്ന ചാനലുകൾക്കാണ് ഇന്ന ആഴ്ചയിൽ റേറ്റിംഗ് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ഇവരൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ ലിസ്റ്റിൽ ചിലപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച, അല്ലെങ്കിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഏഷ്യാനെറ്റ് ന്യൂസാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്, ചിലപ്പോൾ മനോരമ ന്യൂസ്, മീഡിയ വൺ, അങ്ങനെയുള്ള പല ചാനലുകളും ഈ പറയുന്ന റേറ്റിംഗ് ലിസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരും. കാരണം ന്യൂസുകൾ മാറുന്നതനുസരിച്ച്, അവതരണ രീതി മാറുന്നതനുസരിച്ച്, ഓരോ പെർട്ടിക്കുലർ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പം നമ്മൾ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ചാനലുകൾക്കും രാഷ്ട്രീയമുണ്ടെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ഇവരെന്തായിരിക്കും ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു ടേക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചാനലുകൾ സ്വിച്ച് ചെയ്യും. ഓരോ സംഭവങ്ങൾക്കനുസരിച്ചും ചിലപ്പോൾ ചാനലുകളുടെ റേറ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നേക്കാം. അങ്ങനെ എല്ലാ ആഴ്ചയും ഇന്ന ചാനലുകളാണ് ഈ റേറ്റിംഗ് അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വരുന്നത്, ഏറ്റവും ബോട്ടം ഇവരാണ് എന്ന് പറഞ്ഞ് ഇതിനൊരു സ്കോർ കൊടുക്കുകയാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ സമയം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ചാനലുകൾ ഇന്നതാണെന്ന് പറയുമ്പോൾ ഇവർക്ക് പരസ്യം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച്, നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ ചെന്ന് കയറി അവർ പറയും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഞങ്ങളെ കാണുന്നത്. മനോരമയുടെ ഓഫീസിൽ കയറി ചെന്ന് അവർ പറയും ഞങ്ങളെ കണ്ടിട്ടേ ബാക്കിയുള്ളവരെ കാണുള്ളൂ എന്ന്. റിപ്പോർട്ടറും അത് തന്നെ പറയും, News 24 അത് തന്നെ പറയും, News 18 ZEE5 നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏത് ചാനലിൽ ചെന്ന് കഴിഞ്ഞാലും അവരാണ് നമ്പർ 1 എന്നേ അവർ പറയുള്ളൂ. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്ക് വേണം. അപ്പോൾ അവർ നേരെ ബാർക്കിൻ്റെ റേറ്റിംഗ് എടുത്ത് വെച്ച് നോക്കും. പോയ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് ഇന്ന സമയങ്ങളിൽ ഇന്ന ചാനലുകളാണ്. അപ്പോൾ ഏത് സമയത്താണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആളുകൾ ന്യൂസ് കാണുന്നത് എപ്പോഴാണ്, ഏത് ചാനലാണ് കാണുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പ്രായമായ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരസ്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ 18, 20, 30 വയസ്സിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടൈം സ്ലോട്ടിൽ ഞാൻ ആ ആഡ് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഞാൻ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റഡ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ സമയം കാണുന്നത്, ഇതൊക്കെ വേർതിരിച്ചറിയാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് ഈ ബാർക്ക് റേറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ചാനലുകളെ സംബന്ധിച്ച് ഞങ്ങളാണ് നമ്പർ 1, അതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്യം തന്നാലേ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തുള്ളൂ എന്നുള്ള കാര്യം അവതരിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ പരസ്യത്തിൻ്റെ റേറ്റ് കൂടുതലാണ് എന്ന് വാദിക്കാനും ഒക്കെ സഹായകമാണ്. മീഡിയ വണ്ണിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രമോദ് രാമൻ അദ്ദേഹം ഈ ബാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കണക്ക്, കേരളത്തിൽ പ്രതിവർഷം TV അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ്ട് 5000 കോടി രൂപയോളമാണെന്നാണ്. ഈ 5000 കോടി രൂപയുടെ സിംഹഭാഗവും, അതായത് ഏറ്റവും കൂടുതൽ ഭാഗവും കിട്ടാൻ പോകുന്നത് ഈ റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനലിനായിരിക്കും. കാരണം ഇപ്പോൾ പുറത്തുനിന്ന് വരിക ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരൊരു പരസ്യം കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ആർക്ക് കൊടുക്കും? ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനൽ ഏതാണോ അവിടെ കൊടുക്കുക. അതിൻ്റെ താഴെയുള്ള 1-2 ചാനൽസിനും കൂടി കൊടുക്കാം. പക്ഷേ അതിൽ താഴേക്ക് പോകുന്ന ചാനലുകൾക്ക് കൊടുക്കില്ല. ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെ വരുന്ന ചാനലിനെ സംബന്ധിച്ച് അവർക്ക് പരസ്യം കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഫോർ എക്സാമ്പിൾ 100 കോടി രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് ഒരു കമ്പനി കേരളത്തിൽ പരസ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പോവുകയാണ്. ന്യൂസ് ചാനലുകളുടെ ഒരു സെഗ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇന്ന ചാനലാണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത്, നമ്മുടെ മൊത്തം പൈസയുടെ ഒരു 50% നമുക്ക് അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ 50 കോടി രൂപ ഒരു ചാനലിനാണ് പോകുന്നത്. പിന്നെയുള്ള 50 കോടിയാണ് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യപ്പെട്ട് കിട്ടുക. സ്വാഭാവികമായും ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനൽ ഏതാണോ അവരാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബാർക്ക് റേറ്റിംഗ് ഈ കമ്പനികളെ സംബന്ധിച്ച് ബാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെ അവരങ്ങ് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ലാഭമുണ്ടാക്കിയേ പറ്റൂ, അതായത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു ചാനലിന് കുറച്ച് പൈസ ഈ ബാർക്കിൻ്റെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നമ്മുടെ റേറ്റിംഗ് ഒന്ന് കൂട്ടിയിടണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ഏറ്റവും മുന്നിൽ വരാൻ പറ്റുമെങ്കിൽ ഈ പരസ്യ വരുമാനത്തിലൂടെ കിട്ടുന്ന പൈസയുടെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കമ്മീഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ പറ്റില്ലേ? ഇപ്പോൾ ബാർക്കാണെങ്കിലും മുൻപ് എല്ലാവരും ആശ്രയിച്ചിരുന്ന ടാമാണെങ്കിലും ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സത്യസന്ധമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്, ഇത് സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്, ഇതിൽ വേറെ ആർക്കും ഒരു ഉടായ്പും കാണിക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാർക്ക് നല്ലതാണ്, ബാർക്ക് റേറ്റിംഗ് നല്ലതാണ്, ചാനലുകൾക്കും അത് ഉപകാരമാണ്, പരസ്യദാതാക്കൾക്കും ഉപകാരമാണ്. ഈ ബാർക്ക് എന്ന് പറയുന്ന ഏജൻസി അവർ സംശയത്തിൻ്റെ നിഴലിൽ വരുന്നത് ആദ്യമായിട്ടല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ അർണബ് ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടർ ചാനൽ, ഈ ചാനലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാർക്കിൻ്റെ പ്രതിനിധികൾക്ക് പണം കൊടുത്ത് അവരുടെ റേറ്റിംഗ് കൂട്ടി വെപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഓൾറെഡി വന്നതാണ്. അർണബ് ഗോസ്വാമി അറസ്റ്റിലായതുമാണ്. പക്ഷേ അവരുടെ കേസെല്ലാം തെന്നിമാഞ്ഞു പോവുകയും അവർ സ്വതന്ത്രരാവുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ബാർക്കിൻ്റെ CEO വരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ബാർക്കിൽ നടക്കുന്നത് സുതാര്യമായ കാര്യങ്ങളല്ലെന്നും ഇവിടെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാണിച്ച് NDTV ആദ്യം ബാർ കൗൺസിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. പക്ഷേ പിന്നീട് NDTVയെ അദാനി ഗ്രൂപ്പ് വാങ്ങിച്ചു, അവർ ബാർക്കിലേക്ക് തിരിച്ചു വരുന്നു. കേരളത്തിൽ സംഭവിച്ചത് ബാർക്കിൻ്റെ ഈ കണക്കുകളൊക്കെ പൊള്ളയാണെന്നും അത് കൃത്യമായ രീതിയിലല്ല നടക്കുന്നതെന്നും കാണിച്ച് മീഡിയ വൺ ഒരുപാട് പരാതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പരാതികളൊന്നും അവർ പരിഹരിക്കാത്തതുകൊണ്ട് മീഡിയ വൺ ബാർ കൗൺസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണ് പ്രമോദ് രാമൻ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ റേറ്റിംഗിൽ എപ്പോഴും ടോപ്പിൽ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ചാനലിന് ഇത് എന്ത് പറ്റി, എന്താ ഇവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് News 24 ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ചാനൽ ടോപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി ബാർക്കിൻ്റെ ഒരു ഏജന്റിന് കൊടുക്കുകയും അവർ ഏറ്റവും ടോപ്പിൽ വരികയും ചെയ്തു. അവർ ടോപ്പിൽ വരിക മാത്രമല്ല, നമ്മുടെ ചാനലിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി അവർ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം പരാതികൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക് പോവുകയും ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതായത് ഉത്തമ, നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് സത്യസന്ധമായ വിവരങ്ങൾ തരുന്നു എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂസ് ചാനലുകൾ തമ്മിൽ ഇവരാണ് കള്ളത്തരം കാണിച്ചതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ, പൊതുജനങ്ങളുടെ ഒക്കെ ഇടയിൽ നടക്കുന്ന അഴിമതികളും തട്ടിപ്പുകളും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇത് അന്വേഷിക്കേണ്ടത് പോലീസുകാരാണ്. ഇവിടെ ഈ ബാർക്കിൻ്റെ റേറ്റിംഗ് സിസ്റ്റത്തിലുള്ള പോരായ്മകളെക്കുറിച്ച് പ്രമോദ് രാമൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വേറെയും കുറേ വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ നമ്മൾ റെഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ബാർക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് ഇവരുടെ ഈ ബാർക്കോമീറ്റർ സ്ഥാപിക്കുന്നത്. ആ സെലക്റ്റഡ് ആയിട്ടുള്ള വീടുകളിൽ ഒന്നാമത്തെ പ്രശ്നം, കേരളത്തിൽ ബാർക്കിൻ്റെ ഈ മാധ്യമപ്രവർത്തകർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത് വെച്ച് ഏതാണ്ട് 1500-ൽ താഴെ ബാർക്കോമീറ്ററുകളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് കേരളത്തിലെ ജനസംഖ്യയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. വെറും 1500 മീറ്ററുകൾ മാത്രം വെച്ചുകൊണ്ട്, അതിൻ്റെ മാത്രം റീഡിംഗ് വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന ചാനലുകളാണ് ഏറ്റവും മുന്നിൽ വരുന്നതെന്ന് പറയുന്നത്. കേരളത്തിലെ വിവിധ സാഹചര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഇവിടെ ജാതി മത വേർതിരിവുകൾ നമ്മൾ പരിഗണിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളുണ്ട്, ചിലപ്പോൾ ഏറ്റവും കുറച്ച് ആളുകളുള്ളതുണ്ട്, ജോലിയുടെ ഭാഗമായി പല ടൈമിങ്ങിൽ TV കാണാൻ സാധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ 100,000 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു
കാഴ്ചക്കാരുടെ സമൂഹത്തിനെ അളക്കുന്നത് വെറും 1500 മിഷൻസ് വെച്ചിട്ടാണ്. പ്രമോദ് രാമൻ പറയുന്ന കണക്കനുസരിച്ച് 5370 വീടുകളിലെ പ്രേക്ഷകരുടെ സ്വഭാവത്തിനെ വിലയിരുത്താൻ ഇവർ ആശ്രയിക്കുന്നത് ഒരേ ഒരു മിഷൻ എന്ന് പറയുന്ന സാമ്പിൾ കണക്കാണ്. അത് ഒരു തരത്തിലും നമ്മുടെ പ്രേക്ഷക സമൂഹത്തിനെ വിലയിരുത്താൻ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. നമ്മളൊരു കാര്യത്തെക്കുറിച്ചൊരു സർവേ നടത്തുമ്പോൾ, ഒരു ഡീറ്റെയിൽ എടുക്കാൻ നോക്കുമ്പോൾ ഉറപ്പായും സാമ്പിൾ സൈസ് എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം കൃത്യതയുള്ള കണക്ക് നമുക്ക് കിട്ടും. ഇവിടെ ഏറ്റവും ചെറിയ സാമ്പിൾ സൈസാണ് ഇത്രയും വലിയ ജനസമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും ഒരു കൃത്യമായ കണക്കായി നമുക്ക് പരിഗണിക്കാനാവില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടെയാണ് ഈ മിഷൻ ഇരിക്കുന്നത്? 1-2 സ്ഥലങ്ങളിലുള്ള മിഷൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ തന്നെ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഇതിൻ്റെ ടോട്ടൽ കണക്ക് മാറും. 1,00,000 മിഷനുകളിൽ നിന്ന് നമ്മൾ കണക്കെടുക്കുന്നു എന്ന് വിചാരിക്കും. അതിൽ 10-12 എണ്ണം മാറ്റിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം വരില്ല. പക്ഷേ 1500 നിന്ന് 10-12 മിഷൻസിൽ കണക്കുകളിൽ വ്യത്യാസം വന്നാൽ ഇതിൻ്റെ എൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാറും. സോ 1500 പേരെ ഇവിടെ സ്വാധീനിക്കേണ്ട, ഒരു 10 പേരെ സ്വാധീനിച്ചാൽ പോലും ചാനൽ റേറ്റിംഗ് വിശ്വസിക്കാനാവാത്ത രീതിയിൽ മാറും. രണ്ടാമത്തെ കാര്യം ലാൻഡിംഗ് പേജുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ TV ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഏത് ചാനൽ വരുന്നു എന്നുള്ളത്, ആ ചാനൽ ഞങ്ങളുടേതാക്കണം എന്ന് പറഞ്ഞ് ഈ ടെലിവിഷൻ ഓപ്പറേറ്റർമാരുണ്ടല്ലോ, നമ്മൾക്ക് TV കണക്ഷൻ തരുന്ന ഓപ്പറേറ്റർമാർ, അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലാൻഡിംഗ് പേജ് ഇന്ന ചാനലാക്കി മാറ്റാൻ പറ്റും. ആദ്യത്തെയും രണ്ടാമത്തെയും ചാനലുകളിലൊക്കെയാണ് മിക്കവാറും TV ഓൺ ചെയ്യുന്ന ആൾക്കാർ, അവർക്കിപ്പോൾ ന്യൂസാണ് വേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ വന്നാൽ അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോകും. ചിലപ്പോൾ തൊട്ടപ്പുറത്തെ ചാനൽ വരെ പോയിട്ടുണ്ടാവും. സ്വാഭാവികമായും ആദ്യത്തെയും രണ്ടാമത്തെയും ലാൻഡിംഗ് പേജിൽ വന്നാൽ റേറ്റിംഗിൽ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതും ഈ ബാർക്കോമീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശം ഏതാണെന്ന് കിട്ടിയാൽ അവിടുത്തെ മാത്രം ടെലിവിഷൻ ഓപ്പറേറ്ററെ സ്വാധീനിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം, ഇവർ ഈ പറയുന്ന ബാർക്കോമീറ്റർ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ആ മീറ്ററിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ 3 ഘടകങ്ങളെ പരിശോധിക്കുമ്പോൾ ബാർക്കിൻ്റെ റേറ്റിങ്ങിനെ അവർ തന്നെ പറയുന്നത് പോലെ സത്യസന്ധം, സുതാര്യം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതിന് മാറ്റങ്ങൾ വരണമെന്ന് പറഞ്ഞ് മീഡിയ വൺ ഒരുപാട് മെയിലുകൾ അയച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും തന്നെ കിട്ടിയില്ല. അവർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാർക്കിൻ്റെ റേറ്റിംഗ് അവർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. സ്വാഭാവികമായും അവർ ബാർക്കിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇപ്പോൾ ന്യൂസ് 24 ആണ് അന്വേഷണങ്ങൾ നടത്തിയത്. അവരുടെ അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇപ്പോൾ ഏറ്റവും ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന ആ ചാനലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വാട്സപ്പ് ചാറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ ന്യൂസൊക്കെ കൊടുത്തു, ന്യൂസ് 24. പക്ഷേ ഈ വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അല്ല അവർ കൊടുത്തിട്ടുള്ളത്, അവരുടെ തന്നെ VFX വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 100 കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി കൈമാറിയിട്ടുണ്ട് മറ്റേ ചാനലുകാർ എന്നാണ് ന്യൂസ് 24കാർ പറയുന്നത്. 100 കോടി രൂപ കൊടുത്തിട്ട് റേറ്റിംഗിൽ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രമോദ് രാമൻ പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിലെ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് വരുമാനം എന്ന് പറയുന്നത് 4000 കോടിക്കും 5000 കോടിക്കും ഇടയിലാണ്. ഇത് എൻ്റർടൈൻമെൻറ്റ് ചാനൽ ബാക്കി ചാനലുകളൊക്കെ വീതം വെച്ച് പോകുന്നുണ്ടാവും. എന്നാൽ പോലും ഇതിൻ്റെ ഏകദേശം പകുതിയോളം വരുന്ന തുക ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനലിൻ്റെ കയ്യിലേക്ക് വരാനാണ് സാധ്യത കൂടുതൽ. ഞാൻ പറയുന്നത് സാധ്യതകൾ മാത്രമാണ്, ഇതെല്ലാം ഇങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. പോട്ടെ, 1000 കോടി രൂപ കയ്യിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് 100 കോടി രൂപ കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ബാർക്കിൻ്റെ ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് വീതം വെച്ചൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ പരിഗണിക്കുമ്പോൾ പോലും ഒരു ചാനലിൻ്റെ കയ്യിലേക്ക് വരുന്ന തുകയുടെ വലിപ്പമാണ് നമ്മൾ പറയുന്നത്. ഇത് ചാനലിൻ്റെ കയ്യിലേക്ക് വരുന്ന തുകയുടെ വലിപ്പം മാത്രമല്ല, ഇതിനകത്ത് വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ട്. ബാർക്ക് റേറ്റിംഗിൽ സ്ഥിരമായി ഞങ്ങൾ 1-ാം സ്ഥാനത്ത് വരുന്നു എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ആ പെർട്ടിക്കുലർ ചാനൽ കാണാത്ത ഒരാൾ പോലും വിചാരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്, അപ്പോൾ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു ചാനൽ, അതുകൊണ്ട് ഞാനും ഈ ചാനലിലേക്ക് തിരിഞ്ഞേക്കാം എന്ന് പറഞ്ഞ് കൂടുതൽ പ്രേക്ഷകരുടെ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാൻ ഈ ചാനലിന് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരടക്കമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു സ്പേസിൽ വന്നിരുന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അവരുടെ പരസ്യങ്ങൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഇടങ്ങളിൽ അവരുടെ അജണ്ടകൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു ചാനലിലൂടെ പുറത്തുവിടാനായിരിക്കും അവരും ആഗ്രഹിക്കുക. അപ്പോൾ ഓൾറെഡി റേറ്റിംഗ് ഒക്കെ കണ്ട് ഇന്ന ചാനലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്, അതുകൊണ്ട് ഞാനും കണ്ടേക്കാം എന്ന് കരുതി ആളുകൾ അതിനെ കൂടുതൽ വിശ്വസിക്കുമ്പോൾ അതിൽ വരുന്ന നുണകളെ പോലും വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറാവും. സ്വാഭാവികമായും സത്യം സൃഷ്ടിക്കുക, സത്യമാണിതെന്ന് പറഞ്ഞ് കൂടുതൽ പ്രേക്ഷകരെ ഫീഡ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം ഈ ചാനലിന് ചെയ്യാൻ പറ്റും. മാധ്യമധർമ്മങ്ങളുടെ ഏതൊക്കെ അളവുകോൽ വെച്ച് നോക്കിയാലും അവർ ഈ ചെയ്യുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പരസ്യ വരുമാനം കിട്ടാൻ വേണ്ടി മാത്രമല്ലേ അത്, അവർ കാശുണ്ടാക്കുന്നു, അവരുടെ യൂണിവേഴ്സ് അവരുടെ പ്രശ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെ അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഞങ്ങളെയാണ് വിശ്വസിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങളെയാണ് വിശ്വസിക്കുന്നത് എന്നൊരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഇമേജിൻ്റെ ഭാഗമായി എത്ര വലിയ നുണയെയും എത്ര വലിയ അസത്യത്തെയും വിശ്വസിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അത് ജനാധിപത്യ മൂല്യങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്തെ
അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മോശം സ്ഥിതിവിശേഷമാണ്. അത് നമ്മൾ ഒരു തരത്തിലും അംഗീകരിച്ച് കൊടുക്കാനാവാത്ത അത്രയും അൺഎത്തിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഒരു ചാനലിൻ്റെ ഉടമയെ സംബന്ധിച്ച് അയാൾ പൈസ മുടക്കിയിട്ടുണ്ട്, സ്റ്റുഡിയോ ഫ്ലോർ, പിന്നെ ഈ പറയുന്ന വലിയ വലിയ മാധ്യമ പ്രവർത്തകർക്കൊക്കെ വലിയ വലിയ സാലറിയും ബാക്കി അമ്യൂണിറ്റീസും ഒക്കെ കൊടുത്ത് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, എനിക്കിതിൽ നിന്ന് ലാഭം വേണ്ടേ എന്ന് ചിന്തിക്കാം. പക്ഷേ എനിക്കിതിൽ നിന്ന് ലാഭം മാത്രം മതിയെന്നും എനിക്ക് മാത്രമേ ഇതിൽ ലാഭം കിട്ടാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന വളരെ സെൽഫിഷായ ഒരു ബിസിനസ് മാൻ വ്യൂവിലൂടെ മാധ്യമരംഗത്തെ നോക്കിക്കാണാൻ തുടങ്ങിയാൽ കാശുണ്ടാക്കാൻ പറ്റും. അത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. 100 കോടി കൊടുത്താൽ 2000 കോടി കിട്ടുന്ന ഒരു ബിസിനസ് പരിപാടിയായി ഇതിനെ കുറച്ച് ആളുകളെങ്കിലും കാണുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ടെന്നാണ് മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു പരിപാടിയായി ഇത് മാറുമ്പോൾ നാളെ ഒരു 500 കോടി മുടക്കാം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ഏറ്റവും തെറ്റായ ഒരു ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും. കാരണം അവരുടെ മുന്നിലുള്ളത് ലാഭം നേടുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണോ എന്ന് നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ മാധ്യമങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന കണക്കുകളും വിവരങ്ങളും കൃത്യമാണ് എങ്കിൽ ഇവിടെ മറ്റൊരു വലിയ പ്രശ്നവും കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. കാരണം എൻ്റെ ചാനൽ നമ്പർ 1 പൊസിഷനിൽ വരണം എന്ന് മാത്രമല്ല ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ രേഖകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊരു ചാനലിനെ, ഒരു പെർട്ടിക്കുലർ ചാനലിനെ ഈ റേറ്റിങ്ങിൽ ഏറ്റവും താഴേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൂടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചാനലിനെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലാതാക്കാൻ, അവരുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇത് പകയാണ്, ഇത് അറ്റാക്കാണ്. ഒരു കാരണവശാലും എസ്പെഷ്യലി മാധ്യമരംഗത്ത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാനാവാത്ത ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അത് മുന്നോട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മൊണോപ്പൊളി ആയിട്ട് മാറും. ഞങ്ങളുടെ ചാനൽ മാത്രം, രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്, ഞങ്ങൾ പറയുന്നതാണ് എന്നൊരവസ്ഥയിലേക്ക് ഇത് മാറും. അങ്ങനെയെല്ലാം തങ്ങളുടേത് മാത്രം, തങ്ങളുടെ ശബ്ദം മാത്രം എന്നുള്ളൊരവസ്ഥ ഇവിടെ സംജാതമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വാർത്താ അവതാരകർ തന്നെ പറയുന്നത് പോലെ ഇതൊരു മാധ്യമ യുദ്ധമായി, വാർത്താ യുദ്ധമായി മാറുകയാണ്. നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേൾക്കുന്ന ഒരു ഡയലോഗാണ്. പണ്ട് ദൂരദർശനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ദൂരദർശൻ മാത്രമായിരുന്നപ്പോൾ എന്തൊരു സമാധാനമായിരുന്നു. വൈകുന്നേരം 7 മണിക്കൊരു വാർത്ത വരും, അതങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. അവർ വായിക്കുന്ന തന്നെ എന്ത് സമാധാനമായിട്ടാണ്. ഇങ്ങനെയൊക്കെ പറയും. പുതിയ വാർത്താ ചാനലുകൾ വന്നു കഴിഞ്ഞപ്പോൾ വാർത്ത തട്ടി നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബഹളം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പല ആളുകളും വിമർശനമായി പറയുമ്പോൾ നമ്മളിതിനെ നോക്കിക്കാണുന്നത് ഇത്രയും വാർത്താ ചാനലുകൾ ഉള്ളത് നല്ലതാണ്. കാരണം ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് പല പെർസ്പെക്റ്റീവുകൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു ചാനലിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയ, ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആംഗിളുകളിൽ നിന്നുകൊണ്ട് ആ വാർത്തയെ നോക്കിക്കാണുന്ന മറ്റു ന്യൂസ് ചാനലുകളുണ്ടാവും. ഒരു വിഷയത്തിൻ്റെ ഒരു 360 ആംഗിളിലുള്ള വിവരണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഘടകം ഇവിടെയുണ്ട്. പക്ഷേ ചാനലുകളുടെ എണ്ണം ഇത്രയധികം വർദ്ധിച്ചു വരുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം എന്ന് പറയുന്ന ഒരു ആവശ്യവും സാമ്പത്തിക ആവശ്യമൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ മറ്റാർക്കും കിട്ടാത്ത വാർത്തകൾ ഞങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. ഇനി എല്ലാവർക്കും കിട്ടുന്ന വാർത്തയാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ കൊടുക്കും എന്ന് പറയുന്നൊരു നിർബന്ധ ബുദ്ധി ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടാകുന്നത്. കാരണം ഈ ന്യൂസ് ഞങ്ങളാണ് ആദ്യം ഇത് പുറത്തുവിടുന്നത്, അതുകൊണ്ട് ഞങ്ങളെ കേൾക്കൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകളായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബിഗ് ബ്രേക്കിംഗ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ചില ടീസറൊക്കെ വെച്ചിട്ടാണ് ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ഞങ്ങൾ ആ സത്യം പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ടീസർ വെച്ച് വരുന്നു. ചില ചാനലുകൾ ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടത് പോലും ഞങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുണ്ട് എന്ന് പറഞ്ഞൊരു ഹണി ട്രാപ്പ് വാർത്തയുമായി ലോഞ്ച് ചെയ്യപ്പെട്ട ന്യൂസ് ചാനൽ വരെ ഇവിടെയുണ്ട്. ഇവിടെ നടക്കുന്നത് യുദ്ധമാണ്. യുദ്ധം നടക്കുമ്പോൾ ബാക്കിയുള്ളവരൊന്നും ഇവിടെ പരിഗണിക്കില്ല. ഈ ന്യൂസ് കാണുന്ന പ്രേക്ഷകൻ്റെ സത്യം അറിയാനുള്ള അവകാശങ്ങളെ ഇവിടെ പുല്ലുവിലയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഏറ്റവും മുന്നിൽ വരാൻ ആർക്കും കിട്ടാത്ത വാർത്ത നമുക്ക് കിട്ടണം. ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുള്ള വാർത്തകൾ അത് ചിലപ്പോൾ നമ്മൾ പറയില്ല, നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന മറ്റൊന്ന് ഇവിടെ കൊടുത്തേ പറ്റൂ. സ്വാഭാവികമായും ഇവിടെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്നു. മുൻപ് നമ്മൾ വാർത്ത എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ടിരുന്നത് അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ആളുകളുടെ പ്രൈവസി ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിനെ കൂടി പരിഗണിച്ചുകൊണ്ട് അതിന് മുകളിൽ നിൽക്കുന്നതാണ് നമ്മൾ വാർത്ത എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ ഈ പറയുന്നത് പോലെ ഒരു മാധ്യമ യുദ്ധം, വാർത്താ യുദ്ധം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ബലിയാടുകളാക്കപ്പെടുന്നത്, കൊളാട്രൽ ഡാമേജ് ആയിട്ട് മാറുന്നത് ആളുകളുടെ പ്രൈവസിയാണ്. കാരണം ഏറ്റവും കൂടുതൽ വാർത്ത ഞങ്ങൾ എത്തിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളുടെ പ്രൈവസി നോക്കാനോ അതൊന്നിരുന്ന് ചർച്ച ചെയ്യാനോ, നമ്മൾ ഇത്തരം ഒരു വാർത്ത ഇങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ബലിയാടാവുന്ന മനുഷ്യരുടെ എണ്ണമെങ്കിലും കുറയില്ലേ എന്ന് പറയുന്നൊരു പ്രാഥമിക ചർച്ച പോലും ഇല്ല. നമുക്കിപ്പോൾ ഒരു വാർത്ത കിട്ടി, ഇപ്പോൾ കൊടുക്കണം. അതിൻ്റെ പേരിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിവിടെ ഒരു വിഷയമല്ല. കാരണം നമുക്ക് നമ്പർ 1 ആവണം. മുമ്പ് ആളുകളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് മറ്റുള്ളവൻ്റെ പ്രൈവസിയാണ് പ്രൈം ടൈമിൽ ഡിസ്കസ്
ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകളുടെ വാട്സപ്പ് ചാറ്റുകൾ, അവർ വളരെ പേഴ്സണലായി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിലെ നീലയും മഞ്ഞയും ഒക്കെ ചർച്ച ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ നമുക്ക് കാണാം. ഇത് പണ്ട് ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ പണ്ടത് മഞ്ഞപ്പത്രങ്ങൾ, മഞ്ഞ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പുച്ഛിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ തരം താണം മഞ്ഞയും നീലയും നമ്മുടെ സീനിയർ മാധ്യമപ്രവർത്തകരിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതും പ്രൈം ടൈമിലിരുന്ന് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു പെർട്ടിക്കുലർ കേസിൽ അറസ്റ്റിലായ, അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് ഒരു മാധ്യമ പ്രവർത്തക ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ പ്രൈവസി പോലീസുകാർ ഇല്ലാണ്ടാക്കിയോ എന്ന്. അതിന് അയാൾ കൊടുത്ത മറുപടി, പോലീസുകാർ എൻ്റെ പ്രൈവസിക്ക് ഒരു പ്രശ്നവും വരുത്തിയിട്ടില്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എൻ്റെ പ്രൈവസിയിൽ കടന്നു കയറിയതെന്നാണ്. മറ്റുള്ളവൻ്റെ പ്രൈവസി, ഇവിടെ എന്തും വാർത്തയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവിടെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കപ്പെടുകയാണ്. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകയും അവരുടെ സഹപ്രവർത്തകരും ഒക്കെ പോക്സോ കേസ് നേരിട്ടത് അവർ വ്യാജ വാർത്ത ഉണ്ടാക്കാൻ നോക്കിയിട്ടാണ്. ഒരു കുട്ടിയെ ആൾമാറാട്ടം നടത്തിക്കൊണ്ടുവന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതൊരു തെറ്റായ വാർത്തയായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവൻ്റെ മെൻ്റൽ ഹെൽത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇവിടെ ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്നത് നമ്മളാണല്ലോ. നീലക്കുയിൽ പോലെയുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളെയും അവരുടെ ക്യാപ്ഷനെയും തംബ്നെയിലിനെയും ഒക്കെ വിമർശിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നീലയെന്നും മഞ്ഞയെന്നും വിളിച്ച് അധിക്ഷേപിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഈ മാധ്യമപ്രവർത്തകർ തന്നെ ഇവരുടെ ഇരട്ടത്താപ്പുകൾ പരസ്പരം തുറന്നു കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ ചർച്ചയിൽ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം, ബാർക്ക് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചാനൽ, ആ ചാനലും അതിൻ്റെ മേധാവിയും ലാൻഡിംഗ് പേജിന് വേണ്ടി മുൻപ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്രേ. അതായത് ബാർക്കിൽ കൃത്രിമം കാണിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം, അതിനവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്രേ. അതേ ആളുകളാണ് ഇപ്പോൾ അത് ശ്രമിക്കുന്ന മറ്റൊരു ചാനലിനെ കുറ്റം പറയുന്നത് എന്ന് ആരോപിക്കുകയാണ്. ബാർക്കിലുള്ള ഇരട്ടത്താപ്പുകൾ ഇവർ ചാനലുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇതേ ചാനലിൻ്റെ തന്നെ മേധാവി യൂട്യൂബിലൊക്കെ വരുന്ന പല വീഡിയോസിൻ്റെയും തംബ്നെയിലുകൾ, ക്ലിക്ക് ബെയ്റ്റുകൾ, ഇതിനൊക്കെ വളരെയധികം വിമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതേ ചാനലിൻ്റെ തന്നെ പല സബ് ചാനലുകൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ടമാറിൻ്റെയും പടാറിൻ്റെയും കുറേ മാജിക്കുകളുടെയും ഒക്കെ തംബ്നെയിലുകൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും മോശമായി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള, ഏറ്റവും മോശമായ ആളുകളെ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ്. പക്ഷേ അതൊന്നും കാണൂല. ബാക്കിയുള്ള യൂട്യൂബ് ചാനലുകളുടെ തംബ്നെയിലുകളെയാണ് പുള്ളി കുറ്റം പറയാം. ഈ ചാനലുകളൊക്കെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ? ബ്രേക്കിംഗ് ആദ്യമാണ്. ബ്രേക്കിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിനുശേഷമേ ഇവർ ന്യൂസിനെ പരിഗണിക്കുന്നുള്ളൂ. അതിനുശേഷമേ സത്യത്തിന് ഇവിടെ പരിഗണന കിട്ടുന്നുള്ളൂ. നമ്മൾ ശരിക്കും ചുരുളിയിലൊക്കെ പെട്ടുപോയതുപോലെയാണ്. നമ്മളൊരു വാർത്ത, ഒരു സംഭവം ഉണ്ടായി എന്നറിയുകയാണെങ്കിൽ മിനിമം ഒരു 3-4 ന്യൂസ് ചാനലുകൾ ചെക്ക് ചെയ്യാതെ നമുക്ക് സത്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ലൂപ്പിലേക്ക് ഇവർ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി അവരുടെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സത്യാനന്തരം എന്ന വാക്കാണ്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയും. സത്യത്തിനും അപ്പുറത്ത്, അതായത് യഥാർത്ഥത്തിനും അപ്പുറത്ത് വികാരങ്ങൾക്കും മറ്റും പ്രാധാന്യം കൊടുക്കുക എന്ന് പറയില്ലേ. നമ്മൾ ഈ ആധുനിക, നമുക്ക് കേരളത്തിലെ സ്ഥിതി വെച്ചുകൊണ്ട് ആധുനിക മാധ്യമ സംസ്കാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതും സത്യത്തിനും അപ്പുറത്ത്. സത്യത്തിന് ഇവിടെ വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു വിലയുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അതിനും അപ്പുറം വികാരങ്ങൾക്ക്, വ്യക്തിപരമായ വിശ്വാസങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, അനിഷ്ടങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, സ്വകാര്യവും പൊതുവുമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ വാർത്തകൾ അവതരിപ്പിക്കപ്പെടുന്നത്. സത്യമായി നമ്മൾ അറിയേണ്ട വാർത്തകളെ പ്രൊപ്പഗാൻഡകളായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഇവരെത്തിക്കുന്നത്. ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഫാക്ട് ചെക്ക് നടത്താതെ ഇത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നൊരവസ്ഥയിലേക്ക് പ്രേക്ഷകൻ എത്തിച്ചേരുന്ന ഈ മാധ്യമ യുദ്ധം, ഈ വാർത്താ യുദ്ധം, ഇത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ, സത്യമറിഞ്ഞ് പ്രതികരിക്കാനുള്ള നമ്മുടെ കഴിവിനെയും സ്വാതന്ത്ര്യത്തിനെയും ഒക്കെ മിസ്ലീഡ് ചെയ്യാൻ പറ്റുന്ന, മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാർക്കിന് 100 കോടി രൂപ കൊടുത്തെങ്കിൽ ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ആവശ്യമായി മാറുന്നത് ഇവിടെയാണ്. കാരണം വാർത്തകളെ, സത്യമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഇവരിലൂടെയാണ്. അവിടെയാണ് ഈ അഴിമതികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരാണ്. നാളെ ചിലപ്പോൾ നമ്മളും ഇതിലേതെങ്കിലും ഒരു വാർത്തയുടെ ഭാഗമായേക്കാം. അങ്ങനെ ഒരു ഘട്ടത്തിലും നമ്മുടെ പ്രൈവസി സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും ബേസിക് റൈറ്റ്, അതിനെ ചോദ്യം ചെയ്യാതെ സത്യത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള വാർത്തകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടണമെങ്കിൽ ഇന്നത്തെ ഈ വാർത്താ സംസ്കാരത്തിൽ മാറ്റമുണ്ടായേ പറ്റൂ. ബാർക്കിൻ്റെ അന്വേഷണവും കാര്യങ്ങളും അത് ഗവൺമെൻറ് നടത്തട്ടെ, അന്വേഷണ ഏജൻസികൾ അതുമായി മുന്നോട്ട് പോട്ടെ, കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഏതെങ്കിലും ഒരു വാർത്തയുടെ ഭാഗമായി പോയാൽ ഞാനും എൻ്റെ ജീവിതവും തീർന്നു എന്നൊരു സാധാരണക്കാരൻ ഭയക്കേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള ഈ വാർത്താ വിതരണ രീതി അത് മാറണം. യുദ്ധമില്ലാത്ത സത്യാന്വേഷണങ്ങൾ ഉണ്ടാവട്ടെ. വാർത്തകൾ സെൻസേഷണലൈസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ സെൻസിബിലിറ്റി നഷ്ടപ്പെടാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും
നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടായെന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കാം.